അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ റമദാനിലാണ് നമ്മളുള്ളത്. കാരുണ്യത്തിൻ്റെ മലാഖമാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്ദർഭമാണ്. പരിശുദ്ധ റമദാനിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അതിലേറ്റവും മുമ്പിൽ നിർത്തിക്കൊണ്ട് പറയേണ്ട ഒരു വിഷയം പരിശുദ്ധ ഖുർആൻ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഷഹ്റു റമദാനിനെ കുറിച്ച് അത് ഷഹ്റുൽ ഖുർആൻ എന്നാണ് വിശേഷിപ്പിച്ചത്. ഷഹ്റുൽ ഖുർആൻ. അപ്പോൾ അത് വല്ലാത്തൊരു വിശേഷണമാണല്ലോ ശരിക്കും. ഇപ്പോൾ ഇതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പരാതി ബോധിപ്പിക്കുന്നു ഈ വിഷയം തന്നെയാണ്. ഉമ്മത്തിനെ വല്ലാതെ സ്നേഹിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ശേഷം കടന്നു വരാൻ പോകുന്ന ഈ ഉമ്മത്തിലെ ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ എനിക്ക് കാണാൻ കൊതിയാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളല്ലേ ശരിക്ക് സഹോദരങ്ങളെ കാണാൻ കൊതിയാവുന്നു പറയുന്നത്. അപ്പൊ ഞങ്ങളെയാണോ ഉദ്ദേശിച്ചത്? ഞങ്ങളല്ലേ? അങ്ങനെയല്ല, ഇനി വരാൻ പോകുന്ന ഈ ഉമ്മത്തിലെ ആളുകൾ. അപ്പോൾ ഈ കണ്ണിൽ കണ്ടവരെ അല്ല, കണ്ണിൽ കാണാത്തവരെ കാണാൻ കൊതിച്ചുകൊണ്ട് കണ്ണടച്ച് കടന്നുപോയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയ്ക്ക് പിരിശായിരുന്നു നമ്മളോടൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള റസൂല് നാളെ കബറിന്ന് എണീറ്റ് എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ ഉമ്മത്തിൻ്റെ കാര്യം എന്താകുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ബേജാറായി നടക്കുന്ന ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയ്ക്ക് പിരിശാണ് ഈ ഉമ്മത്തിനോട്. അങ്ങനെയുള്ള റസൂല് ഈ ഉമ്മത്തിലെ ഒരു വിഭാഗം ആളുകളെ കുറിച്ച് അവർക്കെതിരെ ബോധിപ്പിക്കുന്ന ഒരൊറ്റ പരാതി, ഒരേ ഒരു പരാതി, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ എന്ന് പറയുന്ന പരാതിയാണ്. ഈ കാണുന്ന ഈ വിഭാഗം ആളുകൾ ഈ പരിശുദ്ധ ഖുർആനിനെ പാടെ ഉപേക്ഷിച്ചു കളഞ്ഞിരിക്കുന്നു. ഹജറ അല്ലേ, ഈ ഖുർആനിനെ മറയാക്കി. അവര് ഖുർആന്റെ ഉദ്ദേശങ്ങൾ അവര് പ്രതിഫലിപ്പിച്ചില്ല. എന്താണോ അപ്പോ മഹ്ജൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾക്കും, അതായത് ഖുർആനെ അവര് ഒഴിവാക്കല്ല, അവരെടുത്തു. പക്ഷെ അതിനെന്ത് ചെയ്തു? അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? മാറ്റി എന്നുള്ള. അതായത് ഇബ്നുൽ ഖയ്യിം, ഇപ്പോൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ അത് വിശദീകരിക്കുന്നുണ്ട്. അതായത് ഈ പരിശുദ്ധ ഖുർആനെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തീരെ പറഞ്ഞതുപോലെ എടുത്തു നോക്കാത്തതല്ല, അതിന് വലിയ പവിത്രത നൽകിയിട്ടുണ്ട്. അതിന് ഖത്തം തീർക്കാൻ വേണ്ടി ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. അതിനൊഴിവാക്കി എന്ന് പറയുമ്പോൾ അതിന്റെ പേജുകൾ എടുത്ത് പിച്ചു ചീന്തി വലിച്ചെറിഞ്ഞു എന്നല്ല. അല്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ ഒരു രംഗത്ത് വന്നിട്ടുണ്ട്. അവർ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അതേ ആളുകളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അർത്ഥങ്ങളിലേക്കും ആശയങ്ങളിലേക്കും കടന്നു ചെല്ലാൻ അവർ സമയം കണ്ടെത്തിയില്ല. അതിനെ പഠിക്കാൻ, അതിനെ അനുധാവനം ചെയ്യാൻ അവർ സമയം കണ്ടെത്തിയില്ല. അഫലാ തതക്കറൂൻ, തദബ്ബുർ പറയുന്നുണ്ട്. അതാണ് ഭൂതകാലത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഭാവിയെ നിർമ്മിക്കുന്ന ഒരു പ്രക്രിയക്കാണ് തദബ്ബുർ എന്ന് പറയുക. ഈ തിലാവത്തുൽ ഖുർആൻ തന്നെ പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ പാരായണം, അതിന് ഹിഫ്ദിന് പ്രാധാന്യമുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്ന ഒരു പദമാണ് ശരിക്കും തിലാവത്ത്. ആ തിലാവത്തിന് അതിനും അപ്പുറം അർത്ഥങ്ങളുണ്ട്. അതിൻ്റെ പിന്തുടരൽ, അതിൻ്റെ അർത്ഥങ്ങളിലൂടെ, ആശയങ്ങളിലൂടെ ഖുർആനിനെ തന്നെ പിന്തുടരുക. തിലാവത്ത് വായിക്കുന്നതോടൊപ്പം ഉൾക്കൊള്ളലും കൂടെയാണ്. അപ്പോ ഈ ഒരു വിഷയം ശരിക്ക് പറഞ്ഞാൽ ഊന്നി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു വിഷയമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഖുർആൻ തന്നെ നാളെ എന്ത് ചെയ്യും? ആളുകൾക്കെതിരെ സാക്ഷി പറയും. അതെ അതെ, അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും സാക്ഷി പറയും. അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദ് എന്ന് പറയണ്ടല്ലോ. അപ്പോൾ
എനിക്ക് വേണ്ടി ഖുർആൻ വാദിക്കുമോ എന്നൊരു ചോദ്യം സ്വയം ചോദിച്ചാൽ തന്നെ അത് വലിയൊരു ചോദ്യമാണ് ശരിക്കും. ആ അർത്ഥത്തിൽ കുറച്ചുകൂടി ചിന്തകളും ഉത്ബോധനങ്ങളും ആവശ്യമുണ്ട് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധ ഖുർആനിൻ്റെ മാസം എന്ന നിലക്ക് ഈ റമദാനിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ നോമ്പ് നോറ്റ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വിശപ്പ് അനുഭവിക്കുന്നുണ്ട്, ദാഹം അനുഭവിക്കുന്നുണ്ട്. അന അജുസി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധ റമദാനിലെ അതിലെ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം നിർണ്ണയിക്കാനോ നിജപ്പെടുത്താനോ കഴിയുന്നതല്ല. അത് ഞാൻ വാരിക്കോരി പ്രതിഫലം നൽകുന്ന പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മറ്റു ആരാധനാ കർമ്മങ്ങളിൽ നിന്ന് ഈ നോമ്പ് ഇത്രത്തോളം വ്യത്യസ്തമാകുന്നതിനെ കുറിച്ച് എന്താ നിങ്ങളൊരു അഭിപ്രായം? നോമ്പിനെ അതില് പിന്നെ ഒന്നാമത്തെ സംഗതി മറ്റ് ആരാധനാ കർമ്മങ്ങളിൽ നിന്ന് നോമ്പ് വ്യത്യസ്തമാകുന്നു എന്ന് പറഞ്ഞാൽ നോമ്പിന്റെ കാര്യം നോമ്പുകാരനും പടച്ചവനും മാത്രമേ അറിയൂ. വേറെ ആർക്കും അതിനെ കുറിച്ച് അറിയില്ല. ഇപ്പൊ ഞാനിപ്പോ പിന്നെ നോമ്പില്ലാത്ത ഒരുത്തനാണ്, പിന്നെ ഞാൻ എൻ്റെ വയറ് നിറച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് അത് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ നോമ്പുകാരനാ. ഇനി അത് മാത്രമല്ല, നോമ്പ് എന്ന് പറഞ്ഞാൽ മല്ലം യദ ഖൗല സൂർ വൽ അമൽ ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അയ്യദാ ത്വാമഹു വശറാബഹു. പറഞ്ഞാൽ നോമ്പിൻ്റെത് ഭക്ഷണം മാത്രമല്ല, ഒരുത്തൻ അതിനനുസരിച്ച് അവന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ അവിടെയും നോമ്പ് പൊളിഞ്ഞു പോയതാണ്. അപ്പൊ ഇതൊക്കെ നോമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ പണ്ഡിതന്മാർ 3 തരത്തിലാണ് നോമ്പിനെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സൗമുൽ ഉമൂം, അതായത് പൊതുവായിട്ടുള്ള നോമ്പ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുക, അതുപോലെ ലൈംഗിക കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, ഒരു ഫിഖ്ഹിയായ നോമ്പ്. അതെ. രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ സൗമുൽ ഖുസൂസി എന്ന് പറഞ്ഞാൽ പ്രത്യേകമാക്കപ്പെട്ട നോമ്പ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ആത്മീയതയൊക്കെ ഉൾക്കൊണ്ട് പിന്നെ നമുക്ക് ഒരു മനുഷ്യന് സാധാരണഗതിയിൽ എത്രത്തോളം എത്താൻ പറ്റുമോ അതാണ്. പിന്നെ സൗമു ഖുസൂസുൽ ഖുസൂസി, പ്രത്യേകമാക്കപ്പെട്ടതിൽ പ്രത്യേകമാക്കപ്പെട്ടത്, ഏറ്റവും സവിശേഷം, അതിന്റെ ഏറ്റവും ഉയർന്ന ലെവൽ. അതെന്ന് പറഞ്ഞാൽ അത് മനസ്സിൻ്റെതും അതുപോലെ തന്നെ അവന്റെ ഓരോ റസൂലിന്റെ ഹദീസ് ഉണ്ടല്ലോ, കണ്ണുകൾക്ക് നോമ്പുണ്ട്, കൈകൾക്ക് നോമ്പുണ്ട്, നാവിന് നോമ്പാണെന്ന് പറഞ്ഞാൽ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങൾക്കും നോമ്പ്. ഈ പറയുന്ന സംഗതി അതെ. അതായത് പിന്നെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, എത്ര നോമ്പുകാരുണ്ട്, നോമ്പ് നോൽക്കാത്ത എത്ര നോമ്പുകാരുണ്ട്. അതേസമയം അതിനോടൊപ്പം അദ്ദേഹം മറ്റൊന്ന് പറയുന്നുണ്ട്, നോമ്പ് മുറിഞ്ഞ എത്ര നോമ്പുകാരുണ്ട്. അപ്പൊ ഈ നോമ്പ് മുറിഞ്ഞ നോമ്പുകാരെന്ന് പറയുമ്പോൾ ഇതിനോട് കൂട്ടി വായിക്കേണ്ട ഒരു സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ അവര് വിശപ്പ് അനുഭവിക്കുന്നുണ്ട്, ദാഹം അനുഭവിക്കുന്നുണ്ട്, പക്ഷെ ഈ പറഞ്ഞതുപോലെ അവരുടെ അവയവങ്ങൾ, മറ്റു അവയവങ്ങൾ നോമ്പ് നോൽക്കുന്നില്ല. തെറ്റുകളിൽ നിന്ന്, ഗീബത്ത് നമീമത്തുകളിൽ നിന്ന് അവരുടെ അവയവങ്ങൾ മോചിതമാകുന്നില്ല. അതാണ് എൻ്റെ പ്രശ്നം. അപ്പൊ ഈ റമദാൻ അനുഷ്ഠിച്ച് അതിൽ നിന്ന് പിന്നെ പരിശീലനം നേടി പുറത്ത് കിടക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിക്കുന്നുണ്ട്. അവനെ സംബന്ധിച്ചിടത്തോളം അവന് പിന്നെ അവന്റെ അവയവങ്ങൾ അപ്പോഴും നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. അതേ അവസരത്തിൽ നോമ്പ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, പക്ഷെ അവയവങ്ങൾ നോമ്പിൽ തന്നെയാണ്. ആ ഒരു ബോധ്യം അതായത് റമദാൻ ഇല റമദാൻ എന്ന് പറയുന്നത്, ഒരു റമദാൻ അടുത്ത റമദാൻ വരേക്കും എന്ന് പറയുന്ന വാക്ക് വളരെ പറയുന്നത്. നമ്മളിപ്പോ റമദാൻ മാസം അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ നിയോഗ ലക്ഷ്യവും മനുഷ്യന്റെ ഖിലാഫ, ഇബാദ, അമാനത്ത്, ഇബാദത്ത്, ഖിലാഫത്ത്, അമാനത്ത് 3 വിഷയങ്ങളാണ്. അത് എന്ന് പറഞ്ഞാല് ഈ നമസ്കാരവും നോമ്പ് അടക്കമുള്ള ആരാധനാ കർമ്മങ്ങള് കുറെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹു നിശ്ചയിച്ച സംവിധാനങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഈ പറഞ്ഞതുപോലെ ഒരു വലിയ ദൗത്യത്തിലേക്ക് നമ്മളെ പര്യാപ്തമാക്കുന്ന വലിയ സംവിധാനങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ശരിക്ക് ആ വിഷയത്തില് ഇപ്പൊ ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ അതിൽ ഏറ്റവും മനോഹരമായി തോന്നിയിട്ടുള്ളത് അബുൽ ഹസൻ അലി നദ്വിയുടെ അർക്കാനെ അർബ എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ മനുഷ്യന്റെ പ്രത്യേകതകൾ പറഞ്ഞത്. ഇപ്പൊ മനുഷ്യനാരാ, അതായത് ഒരുപാട് വൈരുദ്ധ്യങ്ങളുടെ സങ്കലനം, അതിങ്ങനെ കൂടിച്ചേർന്നിരിക്കുന്ന ശക്തനാണ്, ഏറ്റവും ദുർബലനാണ്, ഖുലിഖൽ ഇൻസാന ദഈഫ,
ദുർബല, ഖുലിഖൽ ഇൻസാനു ലൈഫ. അത് പിന്നെ അതുപോലെ അസ്ഫൽ, അതെ, ഖുലിഖൽ ഇൻസാനു ലൈഫ, പിന്നെ ഏറ്റവും താഴെ തട്ടിലേക്ക് എന്ത് ചെയ്യുന്നു, താഴ്ത്തപ്പെട്ടവൻ. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സംഗതികൾ. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയ ക്രൂരത, എന്നാൽ ഏറ്റവും വലിയ സ്നേഹം. അപ്പൊ ഇതൊക്കെ ഈ വൈരുദ്ധ്യങ്ങൾ ഒരു ഭാഗത്ത് അങ്ങനെ ഉണ്ടാവുമ്പോൾ മറുഭാഗത്ത് ഇങ്ങനെ എത്രത്തോളം പറഞ്ഞ ഒരു പിന്നെ ഹദീസിലുണ്ട്. അത് പടച്ചതമ്പുരാൻ ഇങ്ങനെ ഭൂമിയെ പടച്ച് സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ഇളകിയാടുന്നതായിട്ട് കണ്ടു. ആ സമയത്ത് എന്ത് ചെയ്തു, പിന്നെ പർവ്വതത്തെ സൃഷ്ടിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, പർവ്വതത്തെ അതിൻ്റെ മേലെ ആണിയാക്കി വെച്ചു. അങ്ങനെ അത് ഇങ്ങനെ അടങ്ങി നിന്നു. ഇത് കണ്ടിട്ട് മലക്കുകൾ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി പടച്ചതമ്പുരാനോട് ചോദിച്ചു, അല്ലാഹുവേ, ഇതിനേക്കാളും ശക്തിയില്ല വേറെ ഇനി വല്ലതും ഉണ്ടോ? ഇത് ഈ പർവ്വതത്തെക്കാളും. അപ്പോൾ പടച്ചതമ്പുരാൻ പറഞ്ഞുകൊണ്ട് ഉണ്ട്. അതെന്താണ്? അത് ഇരുമ്പാണ്. ഈ പർവ്വതങ്ങളൊക്കെ വെട്ടിമുറിച്ച് കീറിമുറിച്ച് ഇല്ലാതാക്കാൻ കഴിയുന്ന ഇരുമ്പ്. അപ്പോൾ വീണ്ടും മലക്കുകൾ ചോദിച്ചു, എന്നാൽ അതിനേക്കാളും ശക്തിയില്ല വേറെ വല്ലതും ഉണ്ടോ? അവരുണ്ട്, തീയുണ്ട്. അതായത് ഈ ഇരുമ്പിനെ ഉരുക്കിക്കളയും. വീണ്ടും ചോദിച്ചാൽ അതിനേക്കാളും ശക്തിയുള്ള വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. അത് വെള്ളമാണ്. ആ തീനെ കെടുത്താൻ പറ്റിയ. വീണ്ടും ചോദിച്ചു അല്ല, അതെ, വീണ്ടും ചോദിച്ചത് ഈ വെള്ളത്തെക്കാളും ശക്തിയുള്ള വേറെ എന്തെങ്കിലും ഉണ്ടോ? പടച്ചതമ്പുരാൻ മലക്കുകളോട് പറഞ്ഞുണ്ട്, കാറ്റ്. പറഞ്ഞാൽ അതിനെയും മറികടന്നു പോകാൻ എന്ത് ചെയ്യും, ഈ കാറ്റിന് കഴിയും. വീണ്ടും ചോദിച്ചു, എന്നാൽ അതിനും അപ്പുറത്തും വല്ലതും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇബ്നു ആദം, അവനെന്ത് ചെയ്യും, ഒരു കൈ കൊണ്ട് അവൻ ദാനം ചെയ്യും, മറ്റേ കൈ അത് അറിയില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശക്തി എന്ന് പറയുന്ന ഇതിൻ്റെ ഒക്കെ എത്രയോ മുകളിലാണ്. ആ ശക്തിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, അതായത് ഇത് പിന്നെ അവന്റെ കർമ്മങ്ങൾ എന്ത് ചെയ്യും, മനുഷ്യന്റെ കർമ്മങ്ങൾ. അതാണ് അവിടെ ഒരു സ്വതക്കയെ കുറിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ തസദ്ദഖ, അവൻ സ്വതക്ക ചെയ്യും അവന്റെ ഒരു കൈ കൊണ്ട്, മറ്റേ കൈ അത് അറിയില്ല എന്ന് പറയുന്നത്. പ്രവർത്തനങ്ങൾ രൂപം പ്രാപിച്ചു കഴിഞ്ഞ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ രൂപം പ്രാപിച്ചു കഴിഞ്ഞാൽ അതിനെ തടുത്തു നിർത്താൻ എന്ത് ചെയ്യൂല, ഒരു ശക്തിക്കും കഴിയില്ല എന്നാണ് പറഞ്ഞത്. അത്രക്ക് ശക്തനാണ് മനുഷ്യൻ, അത്രയും ശക്തനാണ്. ഈ ശക്തിയും അതുപോലെ തന്നെ ഇതൊക്കെ മനുഷ്യനിലൂടെ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ദൈവികമായിട്ടുള്ള ഗുണങ്ങൾ മനുഷ്യനിലൂടെയാണ് എന്ത് ചെയ്യുക, പുറത്ത് കാണുക. ഈ മനുഷ്യന് മാത്രമേ വലിയ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതാണെന്ത്, അതായത് ഇബാദത്ത്, ഖിലാഫത്ത്, അമാനത്ത്. പർവ്വതങ്ങൾ അത് നിഷേധിച്ച് ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞല്ലോ. ആകാശ ഭൂമികളോടും പർവ്വതങ്ങളോടും ഒക്കെ ചോദിച്ചു, നിങ്ങളത് ഏറ്റെടുക്കും. അവർ പറഞ്ഞതില്ല, പറ്റില്ല. കഴിയില്ല. മാത്രമല്ല അവർ നെടുവീർപ്പെട്ടു എന്നാ പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് എന്ത് ചെയ്യണത്, വിശദീകരിച്ചു കൊടുത്ത് പടച്ചതമ്പുരാൻ വിശദീകരിച്ചു കൊടുത്ത് എന്താണ് അമാനത്ത്. അതാണെന്ത് അമാനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതൊരു അത് ഒരാളത് ഏറ്റെടുക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ ഏത് സൃഷ്ടിജാലം അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് നിർവഹിക്കണം. 2-3 ഗുണങ്ങൾ അതിനു വേണ്ടി കൊടുക്കും. അതായത് ഒന്നാമത്തെ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്താ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം. പിന്നെ അതിൻ്റെ കൂടെ ഉള്ളതാണെന്ത്, അത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരാളെയും ശിക്ഷിക്കാത്ത രൂപത്തിൽ ഞാൻ എന്ത് കൈകാര്യം ചെയ്യും. എന്നാലോ അതാരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഞാൻ നൽകുന്ന പ്രതിഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറുതാവില്ല. ഇതിലേ അപ്പൊ ഇത് ശരിക്കും ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മനുഷ്യന് മാത്രമേ സാധിക്കുള്ളൂ. പക്ഷെ അതോടൊപ്പം അവനെ അതിനെ കൂടുതൽ ഇതിന് ഈ ശക്തി അവനിങ്ങനെ ദുർബലനായി പോകും, നേരത്തെ പറഞ്ഞതുപോലെ. അപ്പൊ ആ ഒരു കാര്യപ്രാപ്തി ശരിക്കും മനുഷ്യനുണ്ട്. അതിലേക്ക് അവനെ വീണ്ടും വീണ്ടും അടുപ്പിക്കുന്ന, കൂടുതൽ ശക്തനാക്കുന്ന ഘടകങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ റമദാൻ അടക്കമുള്ള നോമ്പടക്കമുള്ള ആരാധനാകർമ്മം. ഒരുപാട് ഗുണങ്ങളാണെന്ത്, ക്ഷമ, ശക്തി, ധൈര്യം, അതുപോലെ തന്നെ കാരുണ്യം, ഇങ്ങനെ തുടങ്ങിയിട്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത ഗുണങ്ങൾ മുഴുവനും ഈ പറയുന്ന ദൗത്യങ്ങൾ നിർവഹിക്കാൻ വേണം. ഇപ്പൊ ഖിയാമുൽ ലൈലിനെ കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഖിയാമുൽ ലൈൽ എന്ന് പറയുന്നത് അമാനത്തിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്ന സംഗതി, ഈ ദുനിയാവിലെ എല്ലാ സംഗതിയും നമ്മളുടെ ഉടമസ്ഥയിലുള്ളതല്ല, ഒക്കെ നമ്മുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടതാണ്. ആ ഒരു ചിന്തയിലാണ് ഭൂമിയിലെ എല്ലാത്തിനോടും നമ്മളുള്ള സമീപനം സ്വീകരിക്കേണ്ടത് അടിസ്ഥാനപരം. അങ്ങനെയാണ് നമ്മൾ ഖലീഫയായിത്തീരുന്നതും ആ ഇബാദത്ത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നത്. അതിലേക്ക് ശക്തി കൂട്ടുന്ന സംഗതികളാണ് ഖുർആനാണെങ്കിൽ അങ്ങനെ
നീ ഖിയാമുല്ലയിൽ ഇപ്പൊ പറഞ്ഞ ഖിയാമുല്ലയിലാണ്. ഖിയാമുല്ലയിലും ഈ റമദാൻ പോലും നോമ്പ് എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന ഗുണങ്ങളുടെ ഒക്കെ പൂർത്തീകരണമാണ്. ഖിലാഫയിലേക്ക് പൂർത്തീകരണം, അമാനത്തിലേക്കുള്ള പൂർത്തീകരണം, വിഭാഗത്തിന്റെ പൂർത്തീകരണം ഒക്കെയാണ്. അതിൽ തന്നെ ഇപ്പൊ ഈ ഖുർആന്റെ പറഞ്ഞാലും ഖുർആൻ വലിയ ഒരു ആശയം, ഒരു സന്ദേശം ശരിക്ക് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ആശയം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ മനുഷ്യനെ വ്യത്യസ്ത രൂപത്തിൽ അള്ളാഹു ശക്തനാക്കാൻ വേണ്ടി സംവിധാനങ്ങൾ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ റമദാനിൽ തന്നെ പലപ്പോഴും നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കുന്ന ഒരു സംഗതിയാണ് ഖിയാമുല്ലൈൽ എന്ന് പറയുന്നത്. ഖിയാമുല്ലൈൽ എന്ന് പറഞ്ഞാൽ റമദാനിൽ മാത്രമുള്ള ഒരു സംഭവം എന്നല്ല. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല എന്ന് പറയുന്നത് ഖുർആനെ പറ്റി ആദ്യം നടത്തുന്ന വിശേഷണത വളരെ മനോഹരമാണ്. അപ്പൊ അതും മനോഹരമാണ്. അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു അല്ലാഹു റസൂൽ തുടക്കത്തിൽ തന്നെ. ഞാൻ നിനക്ക് ഇറക്കാൻ പോകുന്ന വചനം വളരെ ഭാരപ്പെട്ടതാണ്. ഖൗലൻ സഖീല എന്ന് പറയുന്നത് ചില നിന്റെ മുതുകൊടിക്കും, അല്ലെങ്കിൽ നീ എഴുന്നേറ്റ് നിൽക്കണം. നിനക്ക് ആ പ്രാപ്തി ശേഷം പറയുന്ന ആയത്ത് അതെന്താണെന്നുള്ളതും കൂടെ ഇതിനോട് കൂട്ടിച്ച് വായിക്കണം. അപ്പൊ അതില് ഇന്നലൊക്കെ പിന്നഹാരി പകല് തന്നെ, അതെ, പകലില് നിനക്ക് എന്താണ് ഭാരിച്ച കാര്യങ്ങളാണ് വരാനുള്ളത്. അപ്പൊ അതില് ഫസ്റ്റ് പറയുന്നത് ഖുമില്ലൈല ഇല്ലാ ഖലീല. ഇപ്പൊ രാത്രി നമസ്കാരം എന്ന് പറഞ്ഞാൽ ശരിക്ക് മനസ്സിന് നമ്മളെ പാകപ്പെടുത്തിയെടുക്കുന്ന, ശക്തിപ്പെടുത്തുന്ന ഒരു ഘടകമാണ്. അപ്പോൾ സൂറത്തുൽ മുസ്സമ്മിൽ അത് പറയുമ്പോൾ സൂറത്ത് മുദ്ദസിറിൽ ശരിക്ക് ഖിയാമുൻ നഹാറിനെ കുറിച്ചാണ് പറയുന്നത്. ഖും ഫഅൻദിർ. പകലിൽ എഴുന്നേറ്റിട്ട് നീ ജനങ്ങളിലേക്ക് ഇറങ്ങണം. അഥവാ സൂറത്തുൽ മുസ്സമ്മിൽ ശരിക്ക് ഊന്നി പറയുന്നത് അത് ഖിയാമുല്ലൈലിനെ കുറിച്ചാകുമ്പോൾ അത് അള്ളാഹുവിലേക്കുള്ള ഒരു കയറിപ്പോകലാണ്. രണ്ടാമത്തത് ഖിയാമുൻ നഹാർ എന്ന് പറയുമ്പോൾ അത് ശരിക്ക് ജനങ്ങളിലേക്ക് ഉള്ള ഒരു ഇറങ്ങി വരലാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൗത്യ നിർവഹണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അതിന് ശക്തി നമ്മൾ നേടുന്നത് ഖിയാമുല്ലൈലാണ്. ഇതിൽ വേറെ വിഷയമുണ്ട്. ഇതിലൊരു സംഗതി മുസ്ലിം ഉമ്മത്ത് ചിലപ്പോഴൊക്കെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുള്ള സംഗതി, ഒന്നെങ്കിൽ ഖിയാമുല്ലൈൽ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പ്രവാചകന്മാർക്ക് റിസർവ് ചെയ്യപ്പെട്ട സംഗതി. അതല്ല എങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും എനിക്ക് വല്ലാണ്ട് പ്രയാസം ഉണ്ടാകുമ്പോൾ നിർവഹിക്കേണ്ട ഒരു നിസ്കാരം, അങ്ങനെ അള്ളാഹുവിനോട് തേടാം. കാരണം അള്ളാഹു ഏറ്റവും സമീപത്ത് ആകാശത്തേക്ക് വരും, സ്വർഗത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലേക്ക് ഇറങ്ങും എന്ന് പറയുന്ന സന്ദർഭം. പക്ഷെ ഇത് രണ്ടും ശരിയാണ്. ശരിയായിരിക്കെ തന്നെ അതിന്റെ ഏറ്റവും വലിയ ശരി എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെയല്ല അള്ളാഹു റസൂല് പലപ്പോഴും പഠിപ്പിച്ചിട്ടുള്ളത്. മദീനയിലേക്ക് ഹിജറ ചെയ്ത് അവിടുത്തെ നേതാവായ അള്ളാഹു റസൂൽ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മദീന സമൂഹത്തെ മുഴുവൻ വിളിച്ചു നിർത്തിയിട്ട് അള്ളാഹു റസൂൽ പറയുന്നത്, ആദ്യം പറഞ്ഞത് എന്താ? അഫ്ഷുസ്സലാം. ഈ സലാമിന്, ഈ മദീന എന്ന് പറയുന്നത് സലാമിന്റെ ഒരു കേന്ദ്രമായിരിക്കും. അല്ലെങ്കിൽ സലാം പറയുക എന്നതല്ല, സലാം വ്യാപിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു കേന്ദ്രമായി അള്ളാഹു റസൂൽ പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് പിന്നെ പറയുന്ന വേർഡിംഗ് എന്ന് പറയുന്നത് അത് പിന്നെ അടുത്ത ഈ രണ്ട് ഘടകങ്ങളും മനുഷ്യരുമായി ബന്ധപ്പെട്ടാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ജനങ്ങൾക്ക് ഭക്ഷണം നൽകുക, വിഭവങ്ങൾ നൽകുക, എന്നിട്ട് ഇതിലേക്ക് ശക്തി പകരുന്നതിനായിട്ട് പറയുന്നത് ഖിയാമുല്ലൈലാണ്. വന്നാസുനിയാം. ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് നമസ്കരിക്കുക. അത് നേരത്തെ പറഞ്ഞ രണ്ട് സംഗതികൾക്കും ശക്തി പകരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത് നിർവഹിക്കണം. എന്നാലും സാധിക്കുള്ളൂ. അപ്പോ അതിന്റെ ആ എല്ലാ കരുത്തും ഇരിക്കുന്നത് അതിന്റെ കത്താണ്. അത് മാത്രമല്ല, മറ്റേ അർശിന്റെ തണൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ എണ്ണിയത് ഖിയാമുല്ലൈൽ നമസ്കരിക്കുന്നവർ. അപ്പൊ അത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിശ്വാസി എന്താ ചെയ്യേണ്ടത്? എന്നിട്ട് നമസ്കരിക്കാനാണ് വേണ്ടത്. അപ്പോ അതിനെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താൻ കഴിയുന്ന ഒന്നല്ല. സ്നേഹം കൊണ്ട്, അള്ളാഹുവിനുള്ള സ്നേഹം കൊണ്ട് നമുക്ക് കീഴ്പ്പെടുത്തേണ്ട സാധനമാണ്. ഇതിലൊരു പറഞ്ഞ സംഗതി, ഒന്ന് സലാമത്തോടുകൂടി വളരെ സമാധാനത്തോടു കൂടി സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള വഴികളിൽ ഒന്നാണ് ഈ രാത്രി നമസ്കാരം ഖിയാമുല്ലൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് അത്രക്കും പ്രാധാന്യമായിട്ട് അതിന് വെച്ചിരിക്കുകയാണ്. ഇത് നിർവഹിച്ചിട്ട് ഈ ദൗത്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ശരി, ഇപ്പോൾ പറഞ്ഞ അവസാനത്തിൽ പോകാനുണ്ടല്ലോ, നമ്മൾ ഈ ഖിയാമുല്ലൈലിന് വേണ്ടി നമ്മൾ അതിലെ ഒരു പ്രധാന സംഗതിയാണ് തഹജ്ജുദ് എന്ന് പറയുന്നത്, ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള പേടി കൊണ്ടല്ല, പേടിയാണെങ്കിൽ കൂടി പേടിയെ അതിജയിക്കുന്ന ഒരു സംഗതിയാണ് അള്ളാഹുവിനോടുള്ള പിരിശം എന്ന് പറയുന്നത്. അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ശരിക്കും ഈ കിടപ്പറയിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് അടർന്നെണീറ്റ് വരുന്നത്. ശരി, അനിൽ മവാജി, അത് അതൊരു മനോഹരമായ ഒരു കാവ്യാത്മകമായ. അതുപോലെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ ഈ ഖിയാമുല്ലൈൽ തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളുകളുടെ സ്വഭാവത്തെയും അല്ല പറയുന്നത് അങ്ങനെ. ഈ രാത്രി നമസ്കാരത്തെ കുറിച്ച് തന്നെ റസൂല് പറയുന്നത്, റസൂലിനോട് ആയിഷ ബീവി ഇങ്ങനെ, എന്തിനാ റസൂലേ
എത്ര എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് അഫലാ അകൂന അബ്ദൻ ശകൂറ. ഞാൻ നന്ദിയുള്ള അടിമയായി മാറും. അതായത് അവിടെ ഇഷ്ടവും സ്നേഹവും നന്ദിയൊക്കെയാണ് അവിടെ പറയുന്നത്. നന്ദിയാണ് കുഫറിന്റെ വിപരീതമാണ് ശുക്ർ. അതിന്റെ ശുക്ർ ചെയ്യുന്ന അടിമയായി മാറുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്നെ പറഞ്ഞ അള്ളാഹനെ വിളിക്കുന്നുണ്ടല്ലോ, മുസ്തഅഫിരീന ബിൽ അസ്ഹാർ, അന്ത്യയാമങ്ങളിൽ പാപമോചനം തേടുന്നവർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാരം വിശേഷിപ്പിക്കുന്നത്. ഇപ്പം ഇതിൽ ഖിയാമുല്ലൈലുമായി ബന്ധിപ്പിച്ചുകൊണ്ടൊരു സംഗതി പറയുന്നത്, ഇപ്പോൾ ഖുർആൻ്റെ മാസമാണല്ലോ. അപ്പോൾ ഈ ഖുർആൻ ശരിക്ക് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത് ജബലുൻ നൂറിൽ വെച്ചിട്ടാണ്, പ്രകാശത്തിൻ്റെ പർവ്വതം. അപ്പോൾ അവിടുന്ന് അത് ഇറങ്ങുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുട്ടിലാണ്, ഹിറാ ഗുഹയിലാണ്. അപ്പോൾ ആ വെളിച്ചം കിട്ടിയതിന് ശേഷം ആ വെളിച്ചം കൊളുത്തിയെടുത്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങുക. പിന്നെ തിരിച്ചു പോയിട്ടില്ലല്ലോ. ഇത് ഈ ഊർജം കിട്ടിയതിന് ശേഷം പിന്നെ അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. അപ്പൊ ഇത് ഒരു പ്രതീകാത്മകമായ ഒരു സംഗതി കൂടിയായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റമളാനിൽ വെക്കാൻ പറ്റുന്ന വേറെ സംഗതിയുണ്ട്. നമ്മൾ കരുതുന്ന പോലെ അല്ലാഹു റസൂലിന് 9 റമളാനെ കിട്ടിയിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് ചരിത്രത്തിൽ. ആ 9 റമളാനിൽ 7ലും അല്ലാഹു റസൂൽ യുദ്ധത്തിലോ കരാറുകളിലോ ഒക്കെ ആയിരുന്നു. അതാണ് പറയുന്ന അത് സംഗതി തന്നെ അതാണല്ലോ. അതായത് റമളാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഇപ്പൊ ഇസ്ലാമിന്റെ എല്ലാ ആരാധനാകർമ്മങ്ങളും അങ്ങനെയാണ്. അതൊക്കെ ശരിക്കും ഒരു തികഞ്ഞ മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുക. ഒരു വെറും മനുഷ്യനല്ല, ഒരു സാധുവല്ല. അപ്പൊ നമസ്കാരത്തിന് വിനയം കൊണ്ട് കുനിഞ്ഞു പോയവനെ വടി കൊണ്ടടിച്ച അതെന്ന് പറഞ്ഞാല് നമസ്കാരം എന്ന് പറഞ്ഞാൽ നടക്കുമ്പോൾ പോലും അതെ ഒരു പറയുന്നല്ലോ. അപ്പൊ ഇതേപോലെ റമളാൻ നോമ്പ് എന്ന് പറയുന്നത് ഇപ്പൊ സ്വാഇം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ നോമ്പുകാരെന്ന് പറയും. യഥാർത്ഥത്തിൽ ആ വാക്കിന്റെ അർത്ഥം എന്താ? പരിശീലനം ലഭിച്ച പടക്കുതിര എന്ന് പറഞ്ഞാൽ എല്ലാ അതായത് തീയിൽ കുരുത്തത് വെയിലത്ത് വാടുമോ എന്ന് ചോദിച്ച പോലെ റമളാനിലൂടെ എന്ത് ചെയ്യണം, ഈ സകലമാന ശിക്ഷണവും ലഭിച്ച ഒരു പോരാളിയായിട്ട് തിരിച്ചു വരിക. എന്ത് പോരാളി? ആരോടുള്ള പോരാളി എന്ന് പറഞ്ഞാൽ ഒരേ സമയം തന്നെ എന്താണ്, സകലമാന തിന്മകളോട്, പിശാചുക്കളോട്, മിനൽ ജിന്നത്തി വന്നാസ്, ഇവരോട് മുഴുവനും ഒരേ സമയം എതിരിട്ട് നിൽക്കുന്ന ശക്തിയുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നോമ്പുകാരൻ വരുന്നത്. അതാണ് റമളാൻ എന്ന വാക്കിന്റെ അർത്ഥം. റമളാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് ശരിക്കും നല്ല ചുട്ടുപൊഴുത്ത ചരൽക്കല്ലുകളുള്ള മരുഭൂമിയിലൂടെ അങ്ങനെ കാലിൽ ചെരുപ്പൊന്നും ധരിക്കാതെ താണ്ടിക്കിടക്കുന്നതിന് പറയുന്ന പേരാണത്. ആ ഒരു മാസം എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ റമളാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കണക്കൂട്ടുന്നത് അത് സമയം ഇന്ന സമയത്ത് തുടങ്ങി ഇന്ന സമയത്ത് അവസാനിക്കുന്നു. അതുപോലെ തണുപ്പ് വന്നു കഴിഞ്ഞാൽ കുറച്ച് ഈസിയാവും, ചൂടായി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട്. ഇതൊന്നുമല്ല. റമളാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഉണ്ടാവുമ്പോഴേ എന്നിട്ട് അത് താണ്ടിക്കിടക്കുന്ന ഒരുത്തനാണ് എന്ത് ചെയ്യാ ഈ പറഞ്ഞ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക. ഇത് കണ്ടിട്ട് ഈ മലക്കുകൾ ആശ്ചര്യപ്പെടുന്നുണ്ട്. അതെ, അതായത് ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൽ മുത്തസഹിരീൻ എന്ന് പറയണ്ടല്ലോ. അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹുവും മലായികത്തും സലാത്ത് അർപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് നമ്മുടെ ശരീരത്തിന് ഭക്ഷണം ആവശ്യമില്ല, നമ്മുടെ നാവിന് ഭക്ഷണം ആവശ്യമില്ല, ശീലത്തിലില്ല. ഉറക്ക് നമുക്ക് ആവശ്യമുണ്ട്. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഭക്ഷണം ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കണം. അപ്പൊ ഇത് കണ്ടിട്ട് മലക്കുകൾ ആശ്ചര്യപ്പെടാം. ഏത് മലക്കുകൾ? പണ്ട് ചോദിച്ചില്ലേ, ഈ പടപ്പുകൾ എന്തിനാണ് സൃഷ്ടിക്കണത്, ഈ ഫിത്തന ഉണ്ടാക്കുന്ന കുഴപ്പമുണ്ടാക്കണ ഈ പടപ്പുകൾ എന്തിനാണ് സൃഷ്ടിക്കുന്നത് ചോദിച്ചാൽ അതേ മലക്കുകൾ ഇത് കണ്ടിട്ട് ആശ്ചര്യപ്പെടാണ്. അത് മാത്രല്ല ഈ മലക്കുകൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റമളാന്റെ മുമ്പ് മലക്കുകൾ പടച്ചതമ്പുരാന്റെ മുമ്പിൽ ഇങ്ങനെ എല്ലാ മലക്കുകളും കൂടെ വന്നിട്ട് ചോദിക്കുന്ന പടച്ചതമ്പുരാനോട് അനുവാദം ചോദിക്കും. പടച്ചതമ്പുരാൻ ചോദിക്കും അവരോട്, നിങ്ങൾക്ക് എന്തിനാ അനുവാദം വേണ്ടത്? അവര് പറയുന്നത്, പടച്ചവനെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, റമളാനാണ്, ഈ റമളാനിൽ ഉമ്മത്ത് മുഹമ്മദിന്റെ കൂടെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ ലോകത്ത് ഞങ്ങൾക്ക് അവരുടെ കൂടെ നിൽക്കണം റമളാനിൽ. എന്നിട്ട് പടച്ചതമ്പുരാൻ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ അനുവദിക്കുന്ന. അങ്ങനെ ഈ മലക്കുകൾ ഈ മനുഷ്യരുടെ കൂടെ ഇങ്ങനെ നിന്ന് മനുഷ്യരുടെ എല്ലാ കർമ്മങ്ങളും കണ്ടതിന് ശേഷം അവസാനം പടച്ചതമ്പുരാൻ ചോദിക്കും, നിങ്ങൾ കണ്ടില്ലേ എൻ്റെ അടിമകളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി നിങ്ങൾക്ക് അവരെ കുറിച്ച് എന്താ പറയാനുള്ളത്?
അപ്പൊ അതിന് മലക്കുകൾ പറയുന്ന മറുപടി, പടച്ചവനെ ഞങ്ങൾക്ക് ഒന്നേ ഉള്ളൂ, അതെന്താണ്? അവരുടെ പ്രതിഫലം അവർക്ക് പൂർത്തിയായി കൊടുക്കുക, വേറെ ഒന്നുമില്ല. എല്ലാവരുടെയും പ്രതിഫലം പൂർത്തീകരിച്ചു. ആ അതെ അതെ. ഇതിലൊന്നും കൂട്ടി പറയാനുള്ളത് ഇപ്പോൾ പിന്നെ അപ്പോൾ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ശരിക്ക് ആ സമയത്ത് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോമ്പിലായിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ എല്ലാ സൗകര്യങ്ങളുണ്ട്, ഭക്ഷണമുണ്ട്, ഹലാലായ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മനുഷ്യൻ, ഈ വിശ്വാസി അത് വേണ്ട എന്ന് വെക്കുകയാണ്. അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്, അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ആ ഭക്ഷണം ഒഴിവാക്കുന്നത്. അതേ അവസരത്തിൽ അത്താഴം കഴിക്കുന്നതോ അദ്ദേഹത്തിന് ആവശ്യമില്ല, ആ വിശ്വാസിയുടെ നാവിന് ആവശ്യമില്ല. പക്ഷെ ആ സമയത്ത് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി അവൻ്റെ അവയവങ്ങളെ ഉപയോഗപ്പെടുത്തുവാനുള്ള ഒരു ശക്തി അവൻ നേടുകയാണ്. ഈ ദീനുൽ ഇസ്ലാമിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അവൻ്റെ മുഴുവൻ അവയവങ്ങളെയും അവൻ്റെ കഴിവുകളെയും ഉപയോഗപ്പെടുത്തുവാനുള്ള ഒരു ശേഷി, കാര്യപ്രാപ്തി അവൻ നേടുകയാണ് ശരിക്കും ചെയ്യുന്നത് ഇതിലൂടെ. അതെ, ഏതായിരുന്നാലും വലിയ ഒരു സംവിധാനത്തിലൂടെയാണ് ശരിക്കും റമദാനിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ വലിയൊരു പരിശീലന മാർഗത്തിലൂടെയാണ് ശരിക്കും കടന്നു പോകുന്നത് എന്ന് ശരിക്കും ബോധ്യപ്പെടും. ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞൊരു സംഗതി, ഈ ആരാധനാകർമ്മങ്ങളൊന്നും തന്നെ ആ ആരാധനാകർമ്മങ്ങൾക്ക് വേണ്ടിയല്ല, ആരാധനക്ക് വേണ്ടിയിട്ട് ഒരു ആരാധനയും ഇസ്ലാമില്ല. വലിയൊരു ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായും. കാരണം ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമതല്ല നമസ്കാരം, രണ്ടാമതാണ്. പിന്നെയാണ് നോമ്പും സക്കാത്തും ഹജ്ജൊക്കെ വരുന്നത്. ഇതിൻ്റെ ഒന്നാമതെന്ത്? ഇത് പലപ്പോഴും പല ആളുകളും ചിന്തിക്കാറില്ല. ഈ ഒന്നാമത് കൃത്യമായി നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 മുതലുള്ള എല്ലാ ആരാധനാ കർമ്മങ്ങളും സംവിധാനിച്ചിരിക്കുന്നത്, സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നത് കുറച്ചുകൂടി ഒന്നുകൂടി ശരിക്ക് ഊന്നി പഠിക്കുകയും കുറച്ചുകൂടി വിശദീകരിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നാഥൻ നമ്മെ തീർച്ചയായും ഏതായാലും നമുക്ക് അവസാനിപ്പിക്കാം. നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.